ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാൻ ഒട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ. ഇനി ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഷയമാണ് സന്തോഷം. പക്ഷേ നമുക്ക് പലർക്കും ഇല്ലാത്തതാണ് സന്തോഷം. നമുക്ക് പലർക്കും ഇല്ല. ആകമാനം നോക്കിയാൽ ഒരു സംതൃപ്തിയില്ല. ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു സന്തോഷമില്ല. കേൾക്കാൻ ഇമ്പമുള്ള വാക്ക് തന്നെയാണ് സന്തോഷം. പക്ഷേ എന്തുകൊണ്ടോ അനേകരും സന്തുഷ്ടരല്ല. സന്തോഷം അത് ലഭിക്കാൻ വേറെ പോംവഴിയൊന്നുമില്ല. കർത്താവ് തരണം. നമ്മൾ യത്നിച്ച് നേടേണ്ടതല്ല, അധ്വാനിച്ച് സമ്പാദിക്കേണ്ടതല്ല, നമ്മൾ ഏതെങ്കിലും യാത്ര ചെയ്ത് സമ്പാദിക്കേണ്ടതല്ല. സന്തോഷം നമ്മൾ ഏതെങ്കിലും വഴിപാട് കൊടുത്തോ പള്ളിക്ക് എന്തെങ്കിലും കാഴ്ച കൊടുത്തോ ഒന്നും സമ്പാദിക്കേണ്ടതല്ല. സന്തോഷം അത് നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണ്. സൗജന്യമായ ദാനം. നാം ഒന്നും കൊടുക്കാതെ, നാം ഒരു വിലയും കൊടുക്കാതെ കർത്താവ് സൗജന്യമായി നമുക്ക് തരുന്നതായ ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ് സന്തോഷം. ഒരു വലിയ നിധിയാണ് സന്തോഷം. ഇല്ലേ, നമ്മൾ പലരുടെയും ഹൃദയത്തിൽ വാസ്തവമായ സന്തോഷമുണ്ടോ? പരീക്ഷ പാസ്സാകുമ്പോൾ സന്തോഷമുണ്ട്, കുട്ടികൾക്ക് സന്തോഷമാണ്. നല്ലൊരു ഡിഗ്രി കിട്ടുമ്പോൾ സന്തോഷമാണ്. നല്ലൊരു ജോലി കിട്ടുമ്പോൾ സന്തോഷമാണ്. നല്ലൊരു വിവാഹം കഴിയുമ്പോൾ സന്തോഷമാണ്. കുഞ്ഞുങ്ങൾ കിട്ടുമ്പോൾ സന്തോഷമാണ്. ഇതെല്ലാം സന്തോഷമാണ്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമില്ല, ആന്തരാത്മാവിൽ സന്തോഷമില്ല, അകത്ത് സന്തോഷമില്ല. ഇന്ന് ഞാൻ വീണ്ടും സന്തോഷത്തെക്കുറിച്ച് തന്നെ പറയാൻ പോവുകയാണ്. സന്തോഷം കിട്ടും, നിനക്ക് സന്തോഷവും ഉല്ലാസവും ലഭിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നിനക്കെന്നാണ്. അതൊരു വ്യക്തിയോട് പറയുന്നതാണ്. സഖരിയ പുരോഹിതനോട് പറയുന്നതാണ്. സഖരിയ പുരോഹിതനോട് അന്ന് പറഞ്ഞ ആ ദൈവീക വാഗ്ദത്തം നാം ഇന്ന് കൈനീട്ടി വാങ്ങണം. ദൈവീക വാഗ്ദത്തം അന്ന് സഖരിയ പുരോഹിതനെ പറഞ്ഞു. അത് പുരോഹിതനെ സ്വീകരിച്ചു. സഖരിയ പുരോഹിതന് സന്തോഷവും ഉല്ലാസവും ഉണ്ടായി. നാം ഇന്ന് ദൈവത്തോട് ചോദിച്ച്, കൈനീട്ടി വിനയപൂർവ്വം ചോദിച്ച്, കർത്താവേ സന്തോഷം എനിക്ക് തരണമേ എന്ന് യാചിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം യാചിക്കുമ്പോഴാണ് നമുക്ക് കർത്താവ് തരുന്നത്. വേദപുസ്തകം പറയുന്നു, കർത്താവ് പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. നിങ്ങളൊരാൾ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ലല്ലോ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ലല്ലോ. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. നന്മയുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. നന്മയുണ്ടാകണമെങ്കിൽ. കാരണം വേറൊരു ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്, ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്ന് പറയും നന്മ കിട്ടുന്നതാണ്. നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. കാരണം പലപ്പോഴും നാം കേൾക്കുന്നതെല്ലാം, പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നതെല്ലാം, അതായത് നിങ്ങൾ മാമോദിസ വാങ്ങി, നിങ്ങൾ സഭയുടെ അംഗങ്ങളായി, നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്ത്
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും നാൾ ജീവിക്കാൻ കൃപ തന്നു. നിങ്ങൾക്ക് എല്ലാ സന്തോഷമുണ്ട്, എല്ലാ നന്മയുണ്ട്. ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. കുമ്പസാരിച്ച് കുർബാന കൊണ്ടുപോയി പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പേടിക്കാനുണ്ട്. ഇവിടുത്തെ സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലിക ചില കാര്യങ്ങൾ കിട്ടുന്ന സന്തോഷമായിരിക്കും. പക്ഷേ നിത്യമായ സന്തോഷം അത് നമുക്ക് കർത്താവ് തരണം. അത് നാം എന്തെങ്കിലും കൊടുത്തു വാങ്ങുന്നതല്ല, പെരുന്നാൾ ഏറ്റുകഴിച്ച് വാങ്ങുന്നതല്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും കണ്ടുകാഴ്ചകൾ കൊടുത്ത് വാങ്ങുന്നതല്ല, നേർച്ച കാഴ്ചകൾ ചെയ്ത് വാങ്ങുന്നതല്ല. ഒരുപക്ഷെ നിങ്ങൾ പലരേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആശ്രയം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് സമാധാനം കിട്ടേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥമായ സത്യവഴി കാണിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. സമാധാനം വേണമെന്നുണ്ട്, സന്തോഷം വേണമെന്നുണ്ട്, ഒരു ജീവിതത്തിലൊരു പ്രസാദം, ജീവിതത്തിലൊരു നല്ലൊരു പ്രസന്നത വേണമെന്നൊക്കെയുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. വാടി തളർന്ന ജീവിതം, മ്ലാനമായ ജീവിതം. ഞങ്ങൾ ദിവസം പറഞ്ഞതുപോലെ അങ്ങ് ഏറ്റവും മ്ലാനമായി വാടിപ്പോയ ഒരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ. ദൈവത്തിന് സ്തോത്രം. മൂകതയിൽ, നിശബ്ദതയിൽ ഏങ്ങലടികൾ മാത്രം കേൾക്കുന്നൊരു ഭവനം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഇന്ന് സന്തോഷത്തോടെ ഓർക്കുന്നു, ജീവനുള്ള ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ ഗിഫ്റ്റ് എനിക്ക് തന്നു. സന്തോഷം. ഏതാണ് ഗിഫ്റ്റ്? യേശുവിനെ തന്നെ. യേശുവാണ് സന്തോഷം, യേശുക്രിസ്തുവാണ് സന്തോഷം. യേശുക്രിസ്തു മാത്രമാണ് സന്തോഷം. ദൈവത്തിന് സ്തോത്രം. വേറെ എന്തെല്ലാം കിട്ടിയാലും സന്തോഷമാവില്ല. യേശുക്രിസ്തുവിനെ കിട്ടുവാൻ നേർച്ച കഴിക്കേണ്ട ആവശ്യമില്ല, മറ്റേ ഈ പറഞ്ഞ പരിപാടികളൊന്നും വേണ്ട. യേശുക്രിസ്തുവിനെ കിട്ടുവാൻ ഒരു എളിമയുള്ള മനസ്സ് മാത്രം മതി. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, വളരെ ലളിതമാണ്. ഒരു എളിമയുള്ള മനസ്സ്. കർത്താവേ, എനിക്ക് നിൻ്റെ പിന്നാലെ വരാൻ താല്പര്യമുണ്ട്. യേശുവേ, എനിക്ക് നിൻ്റെ ശിഷ്യനായി നടക്കാൻ ആഗ്രഹമുണ്ട്. യേശുവേ, എനിക്ക് നിന്നോട് ചേർന്ന് നടക്കാൻ താല്പര്യമുണ്ട്. കർത്താവേ, യേശുവേ, എനിക്ക് ഒരു കാര്യം അറിയാം, ഞാനൊരു പാവിയായ മനുഷ്യനാണ്. ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിച്ച മനുഷ്യനാണ്. ഈ ഒരു കാര്യം അറിയാം, കർത്താവേ, എനിക്ക് ജീവിതത്തിൽ വാസ്തവത്തിൽ നേടേണ്ടത് എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയാൻ വയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, യേശുവേ, നീയാണ് സത്യം, നീയാണ് സ്വത്ത് എന്ന്. അതുകൊണ്ട് ഞാൻ നിൻ്റെ പാദപീഠത്തിങ്കൽ എന്നെ അർപ്പണം ചെയ്യുന്നു. ഞാനത് ഞാൻ തരുന്നു. സ്തോത്രം. നിനക്കായി എൻ്റെ ഈ ജീവിതം ഞാൻ വേർതിരിക്കുന്നു. ഒന്നും തികഞ്ഞിട്ടില്ല കർത്താവേ, ഒന്നും ആയില്ല. പക്ഷേ കർത്താവേ, ഒരു കാര്യം ഉറപ്പാണ്, ജീവിതം ഒരിക്കൽ നിൻ്റെ കരങ്ങളിലേക്ക് തന്നത് ഞാൻ തിരിച്ചെടുക്കാനുള്ള പരിപാടിയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ സന്തോഷം കിട്ടും. ക്രിസ്തു വരും, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരും. ഈ ജീവിതം എന്നേക്കുമായിട്ട് ഞാൻ നിനക്ക് നിവേദിച്ചിരിക്കുന്നു, എന്നേക്കുമായിട്ട് നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. നിവേദിക്കുക എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നുള്ള അർത്ഥം മാത്രം പോരാ, അർത്ഥം കുറച്ചുകൂടി വിശാലമാണ്. ഇറ്റ് ഈസ് ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്. ഡിവോട്ടഡ്, ഇത് എന്നേക്കുമായിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഡിവോട്ട് ചെയ്തിരിക്കുന്നു, യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിവേദിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ ഒരു ചെറിയ വിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സന്തോഷം കിട്ടാൻ. ഈ ഒരു നിർമ്മല വിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് സൗഭാഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ. വേറൊന്നും വേണ്ട. കൃത്യമായും വ്യക്തമായും ക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വാഴുന്ന മഹാസൗഭാഗ്യം കൂടിയേ കഴിയൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തരും. സ്തോത്രം. നിങ്ങൾ ഏതെല്ലാം വിഷമങ്ങളിൽപ്പെട്ട് ഒഴുകുന്നവരാണെങ്കിലും, ഏതെല്ലാം യാതനകളും വേദനകളുമായി അലയുന്നവരാണെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികൾപ്പെട്ട് മനസ്സ് വാടുന്നവരാണെങ്കിലും, നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ. കരുണയുള്ള കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ഞാൻ ആ കാഴ്ച കാണുന്നുണ്ട്. ഏതാണ്? സക്കായി യേശുവിനെയും കൊണ്ട് പോയ പോക്ക്. സക്കായി മരത്തിൽ നിന്ന് ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. കർത്താവ് ഒന്നും പറയുന്നില്ല. കർത്താവ് ഒന്നും പറയാതെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഈ സക്കായിയെ വിളിച്ചു, കർത്താവ് വിളിച്ചു.
സക്കായി താഴോട്ട് ഇറങ്ങി വന്നു, ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കാം, ഇന്ന് രാവാർക്കുന്നത് നിൻ്റെ വീട്ടിലാണ്. സക്കായി അത്ഭുതപ്പെട്ടു. ഈ മഹാദുഷ്ടനായ എൻ്റെ വീട്ടിലോ, ഏറ്റവും വലിയ പണക്കൊതിയനായ എൻ്റെ വീട്ടിലോ, കിട്ടിയ ലൈസൻസ് കൊണ്ട് പാവപ്പെട്ട യഹൂദന്മാർ ഞെക്കിപ്പിഴിഞ്ഞ് പണം ഉണ്ടാക്കുന്ന ഈ ദുഷ്ടനായ എൻ്റെ വീട്ടിലോ, എൻ്റെ വീട്ടിലേക്ക് യേശു വരുന്നു. ഞാനത് കാണാനല്ലേ ശ്രമിച്ചുള്ളൂ, കാണാൻ ശ്രമിച്ചു, ഒരാഗ്രഹം ഉണ്ടായി, കാണണമെന്ന് തോന്നി. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഏത് യേശു എന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഒന്നും അറിയുന്നില്ല കേട്ടോ, ഒന്നും മനസ്സിലാക്കുന്നില്ല. യേശു നിങ്ങളുടെ കൂടെ പോരും. നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. നീ ഇരിക്കുന്നിടത്തു നിന്ന് ഇറങ്ങി വരാൻ മനസ്സുണ്ടായാൽ മാത്രം മതി. നീ ഒളിച്ചിരിക്കുന്നിടത്തു നിന്ന് പുറത്തേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി. നീ ചിലടത്ത് ഒളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരിക. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ദൈവത്തിന് വിളി കേട്ട് താഴോട്ട് വരിക മാത്രം. വേറെ ഒന്നും ചെയ്യണ്ട. സ്തോത്രം. കർത്താവ് മുന്നോട്ട് നടക്കുകയാണ്. സക്കായി ഒത്തു നടക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആ ചിത്രം വളരെ ഇഷ്ടമാണെന്ന്. ആ ഒരു മനോഹരമായ ഒരു ചിത്രം ഞാൻ മനസ്സിൽ കാണുകയാണ്. സക്കായി കർത്താവിൻ്റെ കൂടെ നടക്കുന്നു. സക്കായി ഇടയ്ക്കിടയ്ക്ക് കണ്ണീരൊപ്പുന്നു, സന്തോഷം കൊണ്ട് കരയുന്നു. ഇടയ്ക്കിടയ്ക്ക് സക്കായി ഏങ്ങലടിക്കുന്നു. ഇത്രയും വലിയ അത്ഭുതകരമായ സ്നേഹം എനിക്കിട്ട് എനിക്കെന്താ യോഗ്യത? ഞാൻ ഈ നാട്ടിലേക്കും ഏറ്റവും ദുഷ്ടനായ നിഷ്ഠൂരനായ ഒരു മനുഷ്യനാണല്ലോ. ഈ കണ്ട ആളുകളെല്ലാം ഞെക്കിപ്പിഴിഞ്ഞ് റോമൻ സർക്കാരിൻ്റെ ലൈസൻസ് കൊണ്ട് പൈസ ഉണ്ടാക്കിയ മനുഷ്യനാണല്ലോ. ഇങ്ങനെയുള്ള ദുഷ്ടനായ എൻ്റെ ദ്രവ്യാഗ്രഹിയായ എൻ്റെ വീട്ടിലേക്ക് ഈ മഹാപരിശുദ്ധനായ ക്രിസ്തു കടന്നു വരികയോ? സക്കായിക്ക് നന്ദിയുണ്ട്, സക്കായിക്ക് സ്നേഹമുണ്ട്, സക്കായിക്ക് യേശുവിനുള്ള കൃതജ്ഞതയുണ്ട്, യേശുവിനുള്ളതായി കടപ്പാടുണ്ട്. സക്കായിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. സക്കായി ഒരു സ്വപ്നജീവിയെ പോലെ നടക്കുകയാണ്. അപ്പോഴാണ് എന്തൊരത്ഭുതം, കർത്താവിലൂടെ നടന്നവർ ഓരോരുത്തരും പിറുപിറുക്കുന്നു. കണ്ടോ ഈ യേശു ആരോടെയായി പോകുന്നത്? അവർ പരസ്പരം പറയുക, ഈ യേശു ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ കൂടെയല്ലേ? കൊള്ളാം, ഇങ്ങനെയുള്ള യേശുവിൻ്റെ കൂടെ ഞങ്ങളില്ല. ആ നാട്ടിലേക്കും കൊണ്ടുവരാത്ത മനുഷ്യൻ, അത്രയും ദുഷ്ടനായ മനുഷ്യൻ, എന്തുമാത്രം പൈസയാണ് നമ്മളൊക്കെ ഞെക്കിപ്പിഴിഞ്ഞെടുത്തവൻ, ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇവൻ്റെ കൂടെ കർത്താവ് പോവുകയാണെങ്കിൽ എന്നാൽ ഈ യേശുവിൻ്റെ കൂടെ ഞങ്ങളില്ല. അവരെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് ഓരോരുത്തരായി പിൻവാങ്ങിപ്പോയി. സക്കായി നോക്കിയപ്പോൾ സക്കായിക്ക് സങ്കടം. ഞാനൊരുത്തൻ കൂട്ടുകൂടിയപ്പോൾ പലരും യേശുവിനെ വിട്ടേച്ച് പോകുന്നല്ലോ. ഞാനൊരാൾ യേശുവിൻ്റെ വാക്ക് കേട്ട് പുറപ്പെട്ടപ്പോൾ പലരും യേശുവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നല്ലോ. സക്കായി ഒന്ന് മുൻകടന്നിട്ട് കർത്താവിന് നേരെ നിന്നു. സക്കായിയോ നിന്നു. ദൈവത്തിന് സ്തോത്രം. സക്കായി പറഞ്ഞു, കർത്താവേ, ഞാൻ അന്യായമായി സമ്പാദിച്ച മനുഷ്യനാണ്, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. അന്യായമായി സമ്പാദിച്ച സ്വത്ത് എനിക്കുണ്ട്. ന്യായമല്ലാത്ത രീതിയിൽ ഞാൻ സമ്പാദിച്ച സ്വത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആരോടെല്ലാം വഞ്ചിച്ചെടുത്തുവോ, ആരോടെല്ലാം കവർന്നെടുത്തുവോ അതെല്ലാം 4 ഇരട്ടി പകരം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർത്താവേ, നീ എൻ്റെ കൂടെ പോരാൻ എനിക്ക് യോഗ്യതയില്ല കർത്താവേ, പക്ഷേ ഞാനിത് തീരുമാനിക്കുകയാണ്. കർത്താവ് ഒന്നും മിണ്ടിയില്ല. സ്തോത്രം. ആ തീരുമാനവും കർത്താവ് കേട്ടു, ഒന്നും മിണ്ടിയില്ല, ചേർന്ന് നടക്കുകയാണ്. വീട്ടിലെത്തി കർത്താവ് വരാന്തയിലേക്ക് കയറുന്നതാണ് ഞാൻ കാണുന്നത്. അവിടെ കർത്താവ് നിന്നിട്ട് സക്കായിയോട് പറയുന്നു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. നീ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രക്ഷ വന്നാൽ സന്തോഷമാകും. രക്ഷ വന്നാൽ ഇന്ന് വളരെ സജീവമായൊരു യാഥാർത്ഥ്യം കൊണ്ട് പറയുകയാണ്, ഒരു മായമില്ലാത്ത യാഥാർത്ഥ്യം. നിങ്ങൾ ചിലർ ഇന്ന് ഇപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ചിലർ യേശുവിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ ഒപ്പം നടന്നാൽ പലരും പരിഹസിക്കും, അത് ഉറപ്പാണ്. യേശുവിൻ്റെ കൂടെ നടന്നാൽ പലരും പിന്മാറി പോവുകയും ചെയ്യും, പലരും തെറ്റിദ്ധരിക്കും, പലർക്കും മനസ്സിലാവുകയില്ല, ഇതെന്താ ഈ കാര്യമൊന്നും മനസ്സിലാവുകയില്ല, പിടികിട്ടുകയില്ല. പക്ഷേ യേശുവിൻ്റെ കൂടെ നടന്നാൽ
വീടിന് രക്ഷ വരും, അക്കാര്യം ഉറപ്പാണ്. സ്തോത്രം. വീടിന് രക്ഷ വരും, ഭാര്യയ്ക്ക് രക്ഷ വരും, മക്കൾക്ക് രക്ഷ വരും, കുടുംബത്തിന് രക്ഷ വരും. എന്തുകൊണ്ട്? യേശുവാണ് വീട്ടിലേക്ക് വരുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ, യേശുവിനെ നിങ്ങൾക്ക് ചേർത്ത് അണച്ച് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും തീരുമാനങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലുമെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ചതിവായി വാങ്ങിയിട്ടുള്ളതെല്ലാം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മോഷണ വസ്തുക്കളെല്ലാം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കവർ ചെയ്തതെല്ലാം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൈക്കൂലി വാങ്ങിയതെല്ലാം ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് എല്ലാം വിട്ടുമാറാൻ തോന്നുന്നുണ്ടോ? കൈക്കൂലി വാങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ അന്യായമായി സമ്പാദിച്ച എന്തെങ്കിലും ഉണ്ടോ? പാടത്ത്, കൃഷിപ്പാടത്ത് വരമ്പ് കിളച്ച് ഒരു അന്യൻ്റെ ഭൂമി സ്വന്തമാക്കിയത്, അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വല്ല മനസ്സും വരുന്നുണ്ടോ? കൃഷിപ്പാടത്ത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ അന്യായം ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാവപ്പെട്ടവനെ പീഡിപ്പിച്ച് രൂപ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? സാധുവിനെ വഞ്ചിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാവപ്പെട്ട വിധവയെ വിഷമിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും സാധുവിനെ നിങ്ങൾ വേദനിപ്പിച്ചത്, അവൻ്റെ ഉള്ളത്തെ കുത്തി മുറിവേൽപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വാക്കുകൾ ചിലരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയത്, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ചിലർ വിതുമ്പി കരയാനിടയായത്, അത് പുറമെയല്ല, സ്വന്തം വീട്ടിൽ തന്നെ അമ്മയെ വേദനിപ്പിച്ചത്, അമ്മ വേദനിച്ച് പൊളഞ്ഞത്, മോനെ നിൻ്റെ വാക്ക് കേട്ട് അതിൻ്റെ അപ്പൻ കരഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. സഹോദര, നിൻ്റെ പെരുമാറ്റം കൊണ്ട് നിൻ്റെ കൂടെ പഠിച്ചവരെ വിഷമിച്ചത്, നിൻ്റെ റാഗിങ് ആ ക്രൂര വിനോദം കൊണ്ട് സാധുവിനെ മർദ്ദിച്ചത്, അവസരാക്കിയത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഓർക്കാനുണ്ട്, എന്തെല്ലാം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇതെല്ലാം ഓർത്ത് കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് വേറൊന്നും വേണ്ട ഈ ലോകത്ത്, ഇനി ഒന്നും വേണ്ട. യേശുവേ നീ വന്നാൽ മതി, നീ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, നീ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. യേശുവേ നീ എൻ്റെ കൂടെ പോന്നാൽ മതി. സന്തോഷം. യേശു ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്നതാണ് സന്തോഷം. ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് സന്തോഷം. ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതാണ് സന്തോഷം. ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്നതാണ് സന്തോഷം. ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുന്നതാണ് സന്തോഷം. ക്രിസ്തുവിന് വേണ്ടി നിന്നേൽക്കുന്നതാണ് സന്തോഷം. ക്രിസ്തുവിന് വേണ്ടി അവമാനേൽക്കുന്നതാണ് സന്തോഷം. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർത്താവേ എനിക്ക് മനസ്സാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ എനിക്ക് മനസ്സാണ്, ഞാൻ നിന്ന വഹിച്ചുകൊള്ളാം. കുരിശും പേറിപ്പോയവൻ്റെ പിന്നാലെ നിന്നയുടെ സ്കീപ്പ വഹിച്ചുകൊണ്ട് ഞാനും യാത്ര ചെയ്യാം. കർത്താവേ, കുരിശെടുത്തുകൊണ്ട് യേശു മുമ്പേ നടന്നു പോകുന്നു, യേശു വേച്ചും വിറച്ചും നടന്നു പോകുന്നു, ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. എൻ്റെ കുരിശ് ഞാൻ എടുത്തുകൊണ്ട്, എൻ്റെ ദൈനംദിന ജീവിതത്തിലെ കുരിശ് ഞാൻ എടുത്തുകൊണ്ട് ഞാനിതാ നിൻ്റെ പിന്നാലെ വരുന്നു. ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റമില്ല. കർത്താവേ ഞാനും നിൻ്റെ പിന്നാലെ വരുന്നു. സന്തോഷം ലഭിക്കും. കർത്താവിന് സ്തോത്രം. ഈ സന്തോഷം ലഭിക്കുന്ന എന്തിനെല്ലാമാണ്? ഒന്ന്, സന്തോഷം ലഭിക്കുന്നത് ക്രിസ്തു അകത്ത് വരുമ്പോൾ സന്തോഷം ലഭിക്കും. ക്രിസ്തു അകത്ത് വരുമ്പോൾ, കന്യമാതാവിൻ്റെ ഹൃദയത്തിൽ, കന്യമാതാവിൻ്റെ ഉദരത്തിൽ ക്രിസ്തു പിറന്നപ്പോൾ സന്തോഷമുണ്ടായി. സ്തോത്രം. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം എടുക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. മൂന്നാമത്തേത് നമുക്ക് വായിക്കാം. 2-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം വായിക്കാം. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ സന്തോഷം. ദൈവത്തിൻ്റെ വേല ചെയ്താൽ നിങ്ങൾക്കറിയാമോ, നിങ്ങളെല്ലാവരെയും കർത്താവ് തൻ്റെ വേലക്കാരായി വിളിക്കുകയാണെന്ന്. നിങ്ങൾ വിചാരിക്കും എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ലല്ലോ, വാർദ്ധക്യമായില്ലേ, എനിക്ക് ഇനി എന്ത് വേല ചെയ്യാനാ, എന്നെക്കൊണ്ട് എന്ത് സാധിക്കും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്താൽ അതിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. ദൈവത്തിൻ്റെ വേലയിൽ സന്തോഷം, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ സന്തോഷം, ദൈവത്തിൻ്റെ വേല ഏറ്റെടുക്കുന്നതിൽ സന്തോഷം. കർത്താവിൻ്റെ വേല ചെയ്യുക അത് നിസ്സാര കാര്യമല്ല കേട്ടോ. കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം.
യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി സംസാരിച്ച് പോകും. അത് വേല ചെയ്യാൻ പിന്നെ ആരും പറയണ്ട. നിങ്ങളുടെ ജീവിതം തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷമായി മാറും. ക്രിസ്തു അകത്ത് വന്നാൽ നിങ്ങളുടെ ഓരോ ചലനത്തിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം വ്യാപരിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. കോളേജിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ദൈവത്തിന് സ്തോത്രം ചില പിള്ളേരിലൊക്കെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും എത്രയോ കുട്ടികളാണ് എൻ്റെ അടുക്കൽ വന്നവരുടെ ഹൃദയഭാരങ്ങൾ പറഞ്ഞത്. എത്രയോ കുട്ടികളാണ് എൻ്റെ അടുക്കൽ വന്ന് അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ പറഞ്ഞത്. എത്രയോ കുട്ടികളാണ് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞത്. ആശ്വാസം തേടി എൻ്റെ അടുക്കൽ പല കുട്ടികളും വന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കോളേജ് വിട്ട് 3:30 ക്ലാസ് വിട്ടാൽ ചില പിള്ളേർ അത് കാത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവ് അനേകരെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അനേകരെ. അവർക്കെല്ലാം ഞാൻ യേശുവിനെ കൊടുത്തു. ഹല്ലേലൂയ. യേശുവിനെ കൊടുത്തു. യേശുവിനെയാണ് ഞാൻ കൊടുത്തത്. ഞാൻ എന്നെ കൊടുത്തില്ല. ഒന്നും പ്രതിഫലിച്ചുമില്ല. സ്തോത്രം. യേശു ക്രിസ്തു അകത്ത് വന്നാൽ, വാസ്തവമായി ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ അനേകർ നിങ്ങളുടെ അരികിലേക്ക് വരും. അനേകർ ആവശ്യക്കാരായി വരും. അവർക്ക് വചനം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ, ഈ ജീവിതം വ്യർത്ഥമാക്കാനുള്ളതല്ല. ജീവിതം കളഞ്ഞു വിളിക്കാനുള്ളതല്ല. കർത്താവിൻ്റെ വേല ചെയ്യുക. ക്രിസ്തുവിൻ്റെ സേവയിൽ, ക്രിസ്തുവിൻ്റെ വേലയിൽ സന്തോഷിപ്പീൻ. സന്തോഷിക്കാം ക്രിസ്തുവിൻ്റെ വേലയിൽ. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ നിൻ്റെ ഒരു വേലക്കാരനാകാൻ പോവുകയാണ്. നിൻ്റെ ഒരു വേലക്കാരനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിൻ്റെ ഒരു വേലക്കാരൻ. ഞാൻ പറയും, ഇങ്ങനെ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ പാട്ട് പാടുന്നതോ അല്ല വേല. അതൊന്നുമല്ല. എല്ലാറ്റിലും വലിയ വേല എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതം തന്നെയാണ്. നിങ്ങളുടെ ജീവിതം തന്നെയാണ് സുവിശേഷം. നിങ്ങളുടെ ജീവിതം തന്നെയാണ് മാതൃകയായ ജീവിതം. സ്നേഹം, സഹിഷ്ണുത, സ്വഭാവം, ക്ഷമിക്കുന്ന സ്വഭാവം, ടോളറൻസ്, മറ്റുള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ അസഹ്യത തോന്നുന്നത് മാറ്റുക. അസഹ്യത. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ തന്നെയുള്ളതായി ഇണക്കം. വീട്ടിൽ തന്നെ പരസ്പര ഇണക്കവും ഐക്യവും ഒരു മനസ്സും. ഇതൊക്കെ നമ്മുടെ സ്വത്താകേണ്ടതാണ്. നമ്മുടെ വീട് സ്വർഗമായി മാറേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട് കൊച്ചു സ്വർഗമായി മാറണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇതെല്ലാം കൈക്കൊണ്ട് നിങ്ങളുടെ വീട് സ്വർഗമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമെന്ന്. സ്വർഗമാക്കി തരുന്ന ക്രിസ്തുവാണ്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ത്യാഗം സഹിക്കണം. നിങ്ങൾ സ്വയമേവ താഴണം. യേശുക്രിസ്തു അകത്ത് വന്നു കഴിയുമ്പോഴേക്കും ക്രിസ്തുവിൻ്റെ കുരിശ് ഹൃദയത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഗോകുൽത്തായിലെ ആ തലയോടെന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ച കുരിശ്, അത് സമൂർത്തമായ ഒരു കോൺക്രീറ്റ്, അതൊരു വസ്തുനിഷ്ഠമായ ഒരു വസ്തുവാണ്. എന്നാൽ സാക്ഷാൽ കുരിശ് അത് ക്രിസ്തുവിൻ്റെ രക്ഷയാണ്, ക്രിസ്തുവിൻ്റെ ത്യാഗമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ക്രിസ്തു തന്നെ മറന്നു ചെയ്തതാണ്. ആ കുരിശ് ഏറ്റെടുത്ത് നമ്മൾ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു. സ്തോത്രം. എൻ്റെ കർത്താവേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കുരിശ് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? കുരിശ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എന്നും കുരിശ്, എന്നും വേദന, എന്നും ദുരിതം. ഭർത്താവ് മദ്യപാനി, എല്ലാം കുടിച്ചിട്ട് വരുന്നു. കുടിച്ചു കഴിയുമ്പോൾ സുബോധമില്ലാത്തതുപോലെയാണ്, സ്നേഹമില്ല. കുടിക്കാത്തപ്പോൾ നല്ല സ്നേഹമാണ് താനും. അദ്ദേഹം വന്നപ്പോൾ ഒരു കാരണവുമില്ല, എന്തിനെന്നറിയാൻ പാടില്ല. ഭാര്യ അങ്ങ് വാതിൽ തുറക്കാൻ ചെന്നപ്പോഴേക്കും ആദ്യം വരുന്ന അടിച്ചു. എന്തിനെ പാവം, ആ പെണ്ണെന്തിനെ അടികൊള്ളുന്നു? പിന്നെ തൊഴിച്ചു, അടിവയറ്റിൽ തൊഴി കൊണ്ടു. പൂർണ്ണ ഗർഭിണിയായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഡോക്ടർ ചോദിച്ചു, എന്താ പറ്റിയേ? ഈ ക്ഷതം പറ്റാൻ കാരണം എന്താ? അല്ല, ഞാൻ ഒന്ന് വീണതാണ്. ഭർത്താവിനെ രക്ഷിക്കാൻ പറയുക, ഞാനൊന്ന് വീണതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ജീവിതത്തിൻ്റെ നിരാശകരമായ സാഹചര്യങ്ങൾ ജീവിക്കുക എത്രയോ പേരാണ് വലഞ്ഞു കഴിയുന്നത്. ആശ്വാസം തരും യേശു ക്രിസ്തു, സമാധാനം തരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു സന്തോഷം തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുമോ? കർത്താവേ, നിൻ്റെ വേലയ്ക്കായി ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ വേലക്കാരനാകാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ഒരു മാതൃകാ സുവിശേഷകനായി ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. സുവിശേഷത്തിൻ്റെ പേരിൽ പല വഞ്ചനകൾ നടക്കുന്ന ഈ കാലത്ത് കർത്താവെ, നിർമ്മല സുവിശേഷം മാത്രം പറയാൻ
ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം ഉദ്ഘോഷിക്കാൻ എൻ്റെ ജീവിതം ഞാനിതാ നിനക്ക് തരുന്നു. വേറൊന്നും വേണ്ട കർത്താവേ, വേറൊന്നും എനിക്ക് വേണ്ട. യേശുവേ, എനിക്ക് നിൻ്റെ കൃപ മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പറയാൻ പറ്റുമോ ഇപ്പോൾ നിങ്ങൾക്ക്? യേശുവിനോട് വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, നിൻ്റെ വേലക്കാരനാകാൻ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ സമസ്ത ആളത്വവും ഞാനിതാ സമർപ്പിക്കുന്നു. നിൻ്റെ ഒരു ശുശ്രൂഷകനാകാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ ഏൽപ്പിക്കുന്നു. നാഥ, നീ എന്നെ മെരുക്കിയെടുത്ത്, നീ എന്നെ കർത്താവേ നീ രൂപാന്തരപ്പെടുത്തിയെടുത്ത് നിൻ്റെ വേലക്കാരനാക്കി മാറ്റണമേ. നിൻ്റെ കയ്യിലൊരു മാനപാത്രമാക്കി തീർക്കണമേ. നിൻ്റെ കയ്യിലൊരു ആയുധമാക്കി തീർക്കണമേ. ഇണങ്ങുന്ന ആയുധമാക്കി തീർക്കണമേ. എന്നെക്കൊണ്ട് നിൻ്റെ വേല നീ ചെയ്യിക്കണമേ. കർത്താവേ, ഞാൻ പാവ പോലെ നിന്നുകൊള്ളാം. നീ എൻ്റെ കർത്താവേ ഈ പാവയിൽ കൂടി നീ ചലിച്ചുകൊള്ളൂ. ഈ പാവ പോലുള്ള മനുഷ്യനിൽ കൂടി കർത്താവേ നീ പ്രവർത്തിച്ചുകൊള്ളൂ. ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു, ഞങ്ങൾ അതിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഈ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ യേശു മക്കളോടെ പോകണമേ കർത്താവേ. ഈ മക്കളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നിറഞ്ഞു നിൽക്കണമേ കർത്താവേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വീരാൻ മഹാഭാഗ്യ മക്കൾക്കെല്ലാം നൽകണമേ. അടിയങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. സ്തോത്രം.